91 സങ്കീർത്തനം 15 വാക്യം. കർത്താവിൻ്റെ സംരക്ഷണം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വായിക്കുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കൽ കൂടെ വായിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. 4 കാര്യങ്ങളാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. 1, അവിടുന്ന് ഉത്തരമരുളും. 2, അവിടുന്ന് കഷ്ടതയിൽ ചേർന്ന് നിൽക്കും. അവനെ മോചിപ്പിക്കും. അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവിടുത്തെ ഉത്തരമരുളും. അവിടുന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ സംരക്ഷണം സ്വീകരിച്ച വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരമരുളും. അവിടുന്ന് അവൻ്റെ കഷ്ടതയിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൂടെ ചേർന്ന്, അവനോട് ചേർന്ന്, ആ പ്രാർത്ഥനയോടുകൂടെ ചേർന്ന് അവിടെ നിന്നുണ്ടാകും. അവൻ എല്ലാ പ്രാർത്ഥിക്കുന്ന സമസ്ത മേഖലകളിലേക്കും ദൈവത്തിൻ്റെ ഇടപെടൽ കടന്ന് വരും. പൈശാചികത കയറി വരുമ്പോഴാണ് കഷ്ടതകൾ കടന്നു വരുന്നത്. ആ കഷ്ടതകളിലേക്ക് ദൈവം കടന്നു വന്ന് ഇടപെടും. കഷ്ടതകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഒരനുഭവത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരും. അവിടുന്ന് നമ്മളെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിൽക്കും. അവനെ മോചിപ്പിക്കുക മാത്രമല്ല, അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവനെ മഹത്വപ്പെടുത്തി രാജാക്കന്മാരോടുകൂടെ ഇരുത്തും. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 36 അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് രാജാക്കന്മാരോടുകൂടെ ഇരുത്തും. അതുപോലെ മഹത്വപ്പെടുത്തുന്ന അനുഭവം, അഭിഷേകം ഉണ്ടാകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അവിടുത്തെ മഹത്വത്തിൻ്റെ കൃപ കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.